നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത തിങ്കളാഴ്ചയാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അർജന്റീനയുടെ ദേശീയ ടീം ആരംഭിക്കുക. നമുക്കറിയാം, അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നത്. അതിനു മുൻപ് രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട്. ഇക്വഡോറും അതുപോലെ തന്നെ ഗോട്ടിമാലയുമാണ് ഈ മത്സരങ്ങളിലെ അർജന്റീനയുടെ എതിരാളികൾ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ലക്ഷ്യം ആ ഒരു കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അത് എളുപ്പമാവില്ല എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ അർജന്റീൻ സൂപ്പർ താരമായ ക്രിസ്ത്യൻ റൊമേറോ നൽകിയിട്ടുണ്ട്. ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള സ്കലോണിയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. റൊമേറോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ഒരു കുതിപ്പ് തുടരുക എന്ന ദാഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ് ഈ ടൂർണമെന്റിന് എത്തുന്നത്. പക്ഷെ കോപ്പ അമേരിക്ക വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ ഞങ്ങളും മികച്ച നിലയിലാണ് ഉള്ളത്. ഞാനിപ്പോൾ എൻ്റെ ക്ലബിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലബ്ബ് വിടുന്നതിനെ കുറിച്ചോ ഒന്നും ആലോചിക്കുന്നില്ല. അർജന്റീനയെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ടീമിനെ തിരഞ്ഞെടുക്കുക എന്നത് സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. കാരണം ഞങ്ങളുടെ ചില സഹപ്രവർത്തകരെ അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ ആഭ്യന്തരമായ ഒരു കോമ്പറ്റീഷൻ നല്ല രൂപത്തിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ എപ്പോഴും ടീമിൽ തുടരുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഒരുപാട് യുവതാരങ്ങൾ അവിടെ അവസരങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇതാണ് ക്രിസ്ത്യൻ റൊമേറോ പറഞ്ഞിട്ടുള്ളത്. അർജന്റീന തങ്ങളുടെ കോപ്പ അമേരിക്കക്കുള്ള സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സൂപ്പർ താരം പൗലോ ദിബാലയ്ക്ക് ഇടം ലഭിക്കാത്തത് പലർക്കിടയിലും ഒരു അത്ഭുതം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് സ്കലോണി തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.